ഞാൻ നേരത്തെ ഷാജി ജോസഫിനോട് ചോദിച്ചത് തന്നെയാണ്. പുതിയ സർക്കാർ രൂപീകരണത്തിൽ നിതീഷ് പിടിമുറുക്കും, ഉപമുഖ്യമന്ത്രി ഇത്തവണ അത് വേണ്ട കേട്ടോ എന്ന് പറയുന്ന ഒരവസ്ഥ നിതീഷിൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കാമോ? ആ പാർട്ടി കൂടുതൽ വകുപ്പുകൾ, കൂടുതൽ മന്ത്രിമാരുടെ എണ്ണം അത് ഡിമാൻഡ് ചെയ്യാനിടയുണ്ടോ? ലോക്സഭയിലും ഇത് പ്രതിഫലിക്കാമോ? ദേശീയ രാഷ്ട്രീയത്തിൽ മോദിക്ക് മുമ്പിൽ കൂടുതൽ ഡിമാൻഡിംഗ് ആവാൻ കേന്ദ്ര സർക്കാരിൽ കൂടുതൽ മന്ത്രിമാർ ആവശ്യപ്പെടാം. യെസ്, ബീഹാറിൽ മാത്രം ഒതുങ്ങില്ല അല്ലേ? ശ്രീലാൽ പറഞ്ഞതിൻ്റെ മറ്റൊരു വശം കൂടി ഞാൻ പറയാം. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തീർന്നാലും BJP-യുമായി ഒരു വടംവലി നടത്തി ഒരു ഗവൺമെൻറ് ഫോർമേഷന് അദ്ദേഹം മുന്നോട്ട് വരില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിതീഷ് കുമാറിൻ്റെ ഇന്നത്തെ ബീഹാർ എന്ന് പറയുന്നത് സാമ്പത്തികമായി വളരെ പരുങ്ങലിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഒരു ഗവൺമെൻറ് ഉണ്ട് എന്ന് പറയുമ്പോഴും നരേന്ദ്രമോദിയെപ്പോലെ തന്നെ ചടുലതന്ത്രങ്ങൾ മെനയാൻ കഴിവുള്ള ആളാണ് നിതീഷ് കുമാർ എങ്കിൽ പോലും ശ്രീ നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ BJP-യെ പാടെ തള്ളിക്കൊണ്ടൊരു ഭരണം യന്ത്രം സൃഷ്ടിക്കുക എന്ന് പറയും നിതീഷ് കുമാറിന് അത്ര എളുപ്പമാകില്ല. കാരണം നിതീഷ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഏതാണ്ട് അവസാന അല്ലെങ്കിൽ സായാഹ്നത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് മറ്റെല്ലാവരെയും പോലെ നിതീഷ് കുമാറിനും അറിയാം. അപ്പോൾ നിതീഷ് കുമാറിന് ബീഹാറിൽ ഇനിയുള്ള 5 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നാൽ ഇപ്പോഴും ബീഹാറിലെ BJP ലീഡേഴ്സിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലരൊക്കെ നമ്മളോട് തമാശ രൂപേണയാണെങ്കിലും രാഷ്ട്രീയപരമായി ആധികാരികതയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ബീഹാറിലെ രാഷ്ട്രീയം തീരുമാനിക്കാൻ ഇനിയും ഒരു 2 വർഷം കൂടെ വേണ്ടിവരുമെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിതീഷ് കുമാർ ഇനി ലഭിക്കുന്ന മുഖ്യമന്ത്രി പദം 2025 മുഖ്യമന്ത്രി പദം ഒരു 2 വർഷത്തിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടാവില്ല എന്ന രീതിയിലാണ് BJP കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള പിടിവള്ളി എന്ന് പറയുന്നത് കേന്ദ്രത്തിലെ തൻ്റെ പാർട്ടിയുടെ MP-മാരുടെ പിന്തുണ BJP-ക്ക് വളരെ ആവശ്യമാണ് എന്നുള്ളത് നിതീഷ് കുമാറിനറിയാം. അതുകൊണ്ട് ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്നതിനും അപ്പുറം നിതീഷ് കുമാറിൻ്റെ അടുത്ത സർക്കാരിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് വിസവി BJP-യുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു ടേക്ക് ആൻഡ് ഗീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ബീഹാറിന് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് ബീഹാറിൽ 2005 തുടങ്ങിവെച്ച അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഇനിയും നടത്താനാവാതെ പോയ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് ഒരു വളരെ സൗഹൃദത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും നിതീഷ് ശ്രമിക്കുന്നത്. എന്നാൽ നിതീഷ് കുമാറിനെ വലിഞ്ഞുകെട്ടി BJP-ക്ക് ഡൊമിനേറ്റ് ചെയ്യാവുന്ന 2020 മുതൽ 2025 വരെ നടത്തിയ രീതിയിലുള്ള ഒരു ഭരണം ബീഹാറിൽ ഉണ്ടാക്കാൻ ശ്രീലാൽ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും നിതീഷ് നിന്നുകൊടുക്കില്ല. അതിനുള്ള ശ്രമം BJP നടത്താനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം BJP നേതൃത്വത്തിന് കൃത്യമായി അറിയാം, ഒരു പരിധിക്ക് ശേഷം നിതീഷിനെ തള്ളാൻ നോക്കിയാൽ നിതീഷ് ആ തള്ളലിന് നിന്നുകൊടുക്കില്ല. നിതീഷ് അടുത്ത നീക്കങ്ങൾ നടത്തി ഇനിയും ഒരു ഗവൺമെൻറ് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയോട് ചേർന്ന് ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളായ പ്രായോഗിക സോഷ്യലിസത്തിലേക്ക് നീങ്ങുന്നതിനുള്ള സാധ്യത നമ്മൾക്ക് തള്ളിക്കളയാനാവില്ല ശരത്.